ICUവിന്റെ സീരിയസ് ഇമേജ് ഒറ്റ രാത്രി കൊണ്ടാണ് പൊളിഞ്ഞുപോയത്. ആരോഗ്യമന്ത്രിയുടെ ICU വാസം വേറെ ലെവലായിരുന്നു. കഴുത്തുളുപ്പിന് ICUവിൽ അഡ്മിറ്റായ ആരോഗ്യമന്ത്രി കടുത്ത വേദനയ്ക്കിടയിലും നഴ്സുമാർക്കൊപ്പം സെൽഫി എടുത്തു. ശസ്ത്രക്രിയാ ഉപകരണങ്ങളൊക്കെ ഒരു 50 വർഷമൊക്കെ കുഴപ്പമില്ലാതെ രോഗികളുടെ വയറ്റിൽ വയ്ക്കാനുള്ള സമ്മർദ്ദമുള്ള ജോലി ചെയ്യുന്ന അവർക്കും വേണ്ട ഒരാശ്വാസമൊക്കെ. അപ്പോൾ സെൽഫി പുറത്തു വന്നപ്പോൾ കഥ മാറി. ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് നഴ്സുമാരുടെ റിപ്പോർട്ട് തേടി. റിപ്പോർട്ട് എന്ന് പറയുന്നത് പണ്ടേ ഇവർക്കൊരു വീക്ക്നെസ് ആണ്. റിപ്പോർട്ട് ചോദിക്കും എന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് തുറന്നു നോക്കുന്ന ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അതൊക്കെ പോട്ടെ, കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ ചരിത്രത്തിൽ തന്നെ സുവർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തേണ്ട ഒരു ചരിത്ര നേട്ടമാണ് പരിയാരം മെഡിക്കൽ കോളേജ് ഇന്ന് സ്വന്തമാക്കിയത്. ICUവിൽ കിടന്ന രോഗിയെ ഒബ്സർവേഷൻ റൂമിലേക്കോ വാർഡിലേക്കോ മാറ്റുന്നതിന് പകരം നേരിട്ട് ഡിസ്ചാർജ് ചെയ്യുക, അതും പുലർച്ചെ 4 മണിക്ക്. ഡിസ്ചാർജിന് വേണ്ടി വൈകിട്ട് 4 വരെ കാത്തിരിക്കേണ്ട പാവപ്പെട്ട രോഗികളൊന്നും പക്ഷേ ഇത് കണ്ട് ആശിക്കരുത് കേട്ടോ. അതുവേ ഇതറേ ആരോഗ്യമന്ത്രിക്ക് എന്ത് പ്രോട്ടോകോൾ. ICUവിൽ നിന്ന് കാറിൽ കയറിയിരുന്ന മന്ത്രി നീണ്ട 11 മണിക്കൂർ കാറിൽ യാത്ര ചെയ്ത് തിരുവനന്തപുരത്തെത്തി. നല്ല ആരോഗ്യം മാത്രമല്ല, വിൽ പവറുമുള്ള ആളാണ് നമ്മുടെ ആരോഗ്യമന്ത്രി എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. കഴുത്തിലെ ഉളുക്കൊക്കെ വേഗം മാറി മന്ത്രി വേഗം സുഖപ്പെടട്ടെ എന്ന്